നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ വേദനിപ്പിച്ചവർ അദ്ദേഹത്തിന്റെ പ്രതിമയോടും അനാദരവ് കാണിക്കുകയാണെന്ന് പത്മജ വേണുഗോപാൽ. കയ്പമംഗലം മണ്ഡലത്തിൽ CPI-യിൽ പൊട്ടിത്തെറി. ജില്ലാ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമടക്കം 5 പേർ രാജിവെച്ചു. പാർട്ടി ഓഫീസ് തകർത്തതിന്റെ പേരിൽ 2 പേരെ പുറത്താക്കിയെന്ന് CPI ജില്ലാ സെക്രട്ടറി CN ജയദേവൻ. പുത്തനുടുപ്പും കളിപ്പാട്ടവും പുന്നാരമുത്തവുമായി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കലും സംഘവും. വേറിട്ട പരിപാടികളുമായി നാട്ടിക പഞ്ചായത്ത് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്നു. വാർത്തകൾ വിശദമായി. കെ കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ വേദനിപ്പിച്ചവർ അദ്ദേഹത്തിന്റെ പ്രതിമയോടും അനാദരവ് കാണിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ. തൃശൂരിലെ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു പത്മജ. തൃശൂരിലെ പ്രതിമ അനാച്ഛാദനത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും പരാതി ഉയർന്നതിനെ തുടർന്ന് ഇന്നലെ കളക്ടർ വിളിച്ചുവെങ്കിലും വേറെ പരിപാടികൾ ഉള്ളതിനാൽ പങ്കെടുക്കാനാകില്ലെന്നറിയിച്ചതായും പത്മജ പറഞ്ഞു. നേരത്തെ അനാച്ഛാദന തീയതി നിശ്ചയിച്ചത് അറിഞ്ഞിരുന്നുവെങ്കിലും ചടങ്ങ് മാറ്റിവെച്ച വിവരം പോലും അറിഞ്ഞില്ല. തന്റെ പിതാവിന്റെ പ്രതിമ നടുറോഡിൽ കെട്ടിപ്പൊതിഞ്ഞുവെച്ച സംഭവം മകൾ എന്ന നിലയിൽ ഏറെ വേദനിപ്പിച്ചു. തൃശൂരിലെ പ്രതിമ അനാച്ഛാദന പ്രശ്നത്തെ DCCയുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങളെ അറിയിച്ചാലേ പോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പത്രങ്ങളിലും മിനിഞ്ഞാന്ന് അങ്ങനെ ന്യൂസ് ഉണ്ടായിരുന്നു പ്രതിമ അനാച്ഛാദനം ചെയ്യണമെന്ന്. പക്ഷെ അതിലൊന്നും ഞങ്ങളുടെ പേര് കണ്ടില്ല. അങ്ങനെ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കളക്ടർ ഒരു രാവിലെ 10 മണിയായപ്പോൾ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വേറെ പരിപാടി ഏറ്റുപോയി, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ പരിപാടി. പിന്നെ അതിനേക്കാളും കൂടുതൽ അച്ഛൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഈഗോ ഒന്നുമില്ല. ഞാൻ ആര് വിളിച്ചാലും ഞാൻ പോകും. പക്ഷേ ഇത് നടത്തിയ രീതിയോടാണ് എനിക്ക് വിഷമം തോന്നിയത്. കാരണം ഒരാഴ്ച മുമ്പ് ഇത് പരിപാടി നടത്തണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അറിയിച്ചു. ഞങ്ങൾ പോകാൻ തയ്യാറായി. അത് കഴിഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു ആരും ഇല്ലയെന്നും പറഞ്ഞില്ല. അതാണ് സങ്കടം. ഞാൻ നടന്ന് എല്ലാവരോടും ചോദിച്ചു എന്തോ നാളെ പരിപാടി ഉണ്ടോ ചോദിച്ചു. അപ്പോഴാണ് എല്ലാവരും സംശയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ഇല്ല എന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ പ്രതിമ കെട്ടിപ്പൊതിഞ്ഞ നിലയിൽ തൃശ്ശൂർ ടൗണിൽ നിൽക്കണമെന്ന് പലരും പറഞ്ഞു. എനിക്ക് എൻ്റെ കാണാനുള്ള വിഷമം കൊണ്ട് ഞാൻ പോയില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു രംഗമായിരിക്കും അത്. അതുകൊണ്ടായിരിക്കാം തോന്നുന്നത് ഒരു ദിവസം കൊണ്ട് പരിപാടികളൊക്കെ തയ്യാറാക്കി ഇന്ന് രാവിലെ പ്രതിമ അനാച്ഛാദനം ചെയ്തു എന്ന് കേട്ടു. അത് മാധ്യമങ്ങളിൽ കൂടെയാണ് ഞാൻ അറിഞ്ഞത്. തീർച്ചയായിട്ടും അതിൽ വേദനയുണ്ട്. നടത്തിയ രീതിയോട് എനിക്ക് വേദനയുണ്ട്. അദ്ദേഹത്തെ ജീവിച്ചിരുന്നപ്പോൾ വളരെയധികം വേദനിപ്പിച്ചാണ് എല്ലാവരും. ഈ മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പ്രതിമയോട് എന്തിനായി അനാദരവ് കാണിക്കുന്നത്? അത് വളരെ ഒരു വേദനയുണ്ട്. മാളയിൽ ലീഡർ സ്ക്വയറിൽ സ്ഥാപിക്കാനുള്ള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പ്രതിമ കൊടുങ്ങല്ലൂരിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് മാളയിലെത്തി. രാവിലെ ലീഡറുടെ പൂർണ്ണകായ വെങ്കല പ്രതിമ ശില്പി ഡാവിഞ്ചി സുരേഷിൽ നിന്നും കേരള സർക്കാരിനു വേണ്ടി TN പ്രതാപൻ MLA-യും KP ധനപാലൻ MP-യും ഏറ്റുവാങ്ങി. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. നാസർ പറഞ്ഞു അദ്ദേഹത്തിനേക്കാൾ കഴിവുള്ളവരെ അദ്ദേഹത്തിനെ പറ്റി പറയാൻ ഇവിടെ പലരുമുണ്ടെന്ന്. അതിലൊരു കാര്യമില്ല നാസറെ എന്ന് പറയാൻ എനിക്കിഷ്ടം. കാരണം അദ്ദേഹം ഒരിക്കലും നേതാക്കന്മാരുടെ ലീഡറായിരുന്നില്ല. അദ്ദേഹം മണികളുടെ ലീഡറായിരുന്നു. വളരെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത് ലീഡർ എന്ന പേരല്ല, സീതാറാം MLA തൊഴിലാളികൾ വിളിക്കുന്ന നേതാവ് എന്ന പേരായിരുന്നു. അദ്ദേഹം ഏറ്റവും ആസ്വദിച്ചിരുന്നു അതായിരുന്നു. പിന്നെ അത് ഇംഗ്ലീഷിലൊക്കെ ആയപ്പോൾ അത് ലീഡറായി എന്ന് മാത്രം. പക്ഷെ ആ നേതാവ് എന്നുള്ള തൃശ്ശൂരുകാരുടെ വിളി അദ്ദേഹം വളരെയധികം ആസ്വദിച്ചിരുന്നു. പ്രത്യേകിച്ച് മാളക്കാരും അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത്. മാളക്കാരാണ് പിന്നെ ലീഡറൊക്കെ ആക്കി മാറ്റിയത്. പക്ഷെ മാളക്കാരുടെ തുടക്കവും നേതാവ് എന്നുള്ള വിളിയിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പൊ അതെല്ലാം കേട്ട് വളർന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോ, പ്രത്യേകിച്ച് ഇപ്പൊ കൊടുങ്ങല്ലൂർ മാളയുടെ ഒരു ഭാഗമാണ്. നേരത്തെ നാസർ പറഞ്ഞ മാതിരി ഞാനിവിടെ ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിയായി നിന്നതാണ്. എനിക്ക് ശരിക്കും പണി തന്നിട്ടാണ് ഇവിടെ നിന്ന് വിട്ടത്. പക്ഷെ അന്ന് അതിലൊരു വിഷമമൊന്നുമില്ല. കാരണം അന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാട് അങ്ങനെയായിരുന്നു. എനിക്കതില് കാരണം പിന്നെ വരുന്ന ആളുകളെല്ലാം നിങ്ങൾ കോൺഗ്രസ്സുകാരോടെല്ലാം വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പെരുമാറിയത്. പിന്നെ ഇവിടെ വരുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഭാഗത്തോടെ പോകുമ്പോൾ ഒന്ന് ചിരിക്കും. KP ധനപാലൻ MP അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MLA, KPCC സെക്രട്ടറിമാരായ TU രാധാകൃഷ്ണൻ, ഇബ്രാഹിം കുട്ടി കല്ലാർ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആലിസ് തോമസ്, DCC ജനറൽ സെക്രട്ടറി AR രാധാകൃഷ്ണൻ, PK ചന്ദ്രശേഖരൻ, KV വസന്തകുമാർ, MK മാലിക്, KR വിദ്യാസാഗർ, TM നാസർ എന്നിവർ സംസാരിച്ചു. അധ്യാപകരുടെയും ജീവനക്കാരുടെയും അനിശ്ചിതകാല പണിമുടക്ക് തീരദേശത്ത് ശക്തം.
കഴിഞ്ഞ ദിവസം സമരത്തിൽ പങ്കെടുക്കാത്തവർ പോലും ബുധനാഴ്ചത്തെ സമരത്തിൽ പങ്കെടുത്തു. 8 പഞ്ചായത്തുകളിൽ നിന്നായി 85% പേർ സമരത്തിൽ പങ്കെടുത്തു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം വി കല ഉദ്ഘാടനം ചെയ്തു. VV രാജൻ അധ്യക്ഷനായി. PK മോഹനൻ, KV ഡേവിസ് എന്നിവർ സംസാരിച്ചു. NGO യൂണിയൻ ബ്രാഞ്ച് പ്രസിഡന്റ് KC ഗിരീഷ് സ്വാഗതവും MD സന്തോഷ് നന്ദിയും പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകന്റെ വീടിനു നേരെ കല്ലേറ്. മതിലകം ഓണച്ചമാവ് സ്വദേശി P നന്ദകുമാറിന്റെ വീടിന് നേരെയാണ് കല്ലേറ് നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30ഓടെയായിരുന്നു കല്ലേറ്. കല്ലേറിൽ വീടിന്റെ മുൻവശത്തെ ഗ്ലാസ് ജനലുകൾ തകർന്നിട്ടുണ്ട്. ബുധനാഴ്ചത്തെ സമരത്തെ അവഗണിച്ച് ഇദ്ദേഹം ജോലിക്ക് ഹാജരായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പലിന്റെ ചാർജ് കൂടി ഈ അധ്യാപകനായിരുന്നു സമര ദിവസം വഹിച്ചിരുന്നത്. സമരക്കാർ സ്കൂളിലെത്തി ജോലിക്ക് ഹാജരായവരോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു ഈ അധ്യാപകൻ. KSTA ജില്ലാ കമ്മിറ്റി ഓഫീസ് കല്ലെറിഞ്ഞ് ജില്ലാ നേതാക്കളെ അപായപ്പെടുത്തുവാനുള്ള KSU പ്രവർത്തകരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് സമരസമിതി തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. സമരസമിതി കൺവീനർ IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. ശശി കടവിൽ അധ്യക്ഷനായി. KSTU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി കല, PK മോഹനൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് TK ദേവദാസ്, PV രവീന്ദ്രൻ, KA വിശ്വംഭരൻ എന്നിവർ നേതൃത്വം നൽകി. ഈ പണിമുടക്ക് നമ്മളെയും നമ്മുടെ ശത്രുക്കളെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ് വലിയ പങ്കാളിത്തത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പണിമുടക്കിനെ അക്രമം കൊണ്ട് നേരിടാമെന്നാണ് ഉമ്മൻചാണ്ടിയും കൂട്ടാളികളും കരുതുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നും പണിമുടക്കിയ ജീവനക്കാരോടും അതുപോലെ തന്നെ അതിനനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രകടനം നടത്തുന്ന അവരുമായി ബന്ധപ്പെട്ടവരെയും കരുതിക്കൂട്ടി ആക്രമിക്കുന്നതിനാണ് ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള അവരുടെ യൂത്ത് കോൺഗ്രസ് ഗുണ്ടകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തൃശൂർ ജില്ലയിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി എടത്തിരുത്തി പരിശുദ്ധ കർമ്മലനാഥ ഫൊറോന പള്ളിയിൽ തിരുനാളാഘോഷത്തിന്റെ ഭാഗമായി തിരുനാളിന് കൊടിയേറി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കോഴിക്കോട് രൂപത മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് മാളിയക്കൽ, ലിജോ താണിപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. പുതിയ കൊടിമരം വെഞ്ചിരിപ്പ് നടത്തി. ലത്തീൻ റീത്തിൽ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, വചന സന്ദേശം എന്നിവ നടത്തി. വ്യാഴാഴ്ച ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ സന്ദേശം നൽകും. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശം ജനുവരി 14 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകനും പിന്തുടർച്ചക്കാരനുമായ പറവൂർ രാകേഷ് തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജനുവരി 14 തിങ്കളാഴ്ച വൈകിട്ട് ആചാര്യവരണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് കാവടിയാട്ടം നടക്കും. 23 ബുധനാഴ്ച രാവിലെ 10:30 11:15 മധ്യേയാണ് പ്രതിഷ്ഠ. നവീകരണ കലശ ഭാരവാഹികളായ രവി കരുവത്തിൽ, CS സഞ്ജീവൻ, അഡ്വക്കേറ്റ് TN സുനിൽകുമാർ, സുരേന്ദ്രൻ ചേറ്റുവ, KB രത്നവല്ലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.